ഒമർ ലുലു ഒരുക്കുന്ന ഫൺ ഫീൽഡ് ഫാമിലി എന്റർടൈനർ ആയിട്ടുള്ള ബാഡ് ബോയ്സിന്റെ ചിത്രീകരണം പൂർത്തിയായിരിക്കുകയാണ്. മാത്രമല്ല, ചിത്രം ഈ വരുന്ന ജൂലൈ 13 പ്രദർശനത്തിനായി തിയേറ്ററുകളിൽ എത്തും. റഹ്മാൻ, ധ്യാൻ ശ്രീനിവാസൻ, ഷീലു എബ്രഹാം എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് ഒമർ ലുലു സംവിധാനം ചെയ്യുന്ന ബാഡ് ബോയ്സ് എന്ന ഈ ഒരു സിനിമ ഫൺ ഫീൽഡ് കോമഡി എന്റർടൈനർ ആണ്. പ്രേക്ഷകർക്ക് വളരെ ക്യൂരിയോസിറ്റി നൽകുന്ന രീതിയിലായിരുന്നു ബാഡ് ബോയ്സിന്റെ ടൈറ്റിൽ ലോഞ്ച്. അതായത് ഈ ഒരു ടൈറ്റിൽ ലോഞ്ചിങ്ങിന് വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലം എന്ന് പറയുന്നത് പഞ്ചാബി ഹൗസിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ തന്നെയായിരുന്നു. മലയാളികളെ ഒന്നടങ്കം കുടുകുടാ ചിരിപ്പിച്ച മലയാളത്തിന്റെ സ്വന്തം കോമഡി എന്റർടൈനർ ദിലീപ്, ഹരിശ്രീ അശോകൻ, കൊച്ചിൻ ഹനീഫ ചിത്രം പഞ്ചാബി ഹൗസിൽ വെച്ചായിരുന്നു ബാഡ് ബോയ്സിന്റെ ടൈറ്റിൽ ലോഞ്ച് നടന്നത്. ടൈറ്റിൽ ലോഞ്ചിങ്ങിനായി ബോധപൂർവം ഈ ഒരു വേദി തെരഞ്ഞെടുത്തത് രണ്ട് സിനിമകളും തമ്മിലുള്ള ബന്ധത്തെ അടയാളപ്പെടുത്തുന്നു. ചടങ്ങിനിടെ ബാഡ് ബോയ്സിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഒമർ ലുലു സൂചിപ്പിക്കുന്നുണ്ട്. ഇത് മറ്റൊരു പഞ്ചാബി ഹൗസ് ആയിരിക്കുമെന്നും പഞ്ചാബി ഹൗസ് എന്ന സിനിമ നൽകിയ അതേ നിലവാരത്തിലുള്ള കോമഡിയും ഹാസ്യവും നൽകാൻ ഈ സിനിമയ്ക്കും സാധിക്കുമെന്നാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നത്. അഡാർ ലവ് എന്ന ഒമർ ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായിട്ടുള്ള സാരംഗ് ജയപ്രകാശ് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെയും തിരക്കഥ നിർവഹിക്കുന്നത്. അബ മൂവീസിന്റെ ബാനറിൽ എബ്രഹാം മാത്യു നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും സാരംഗ് ജയപ്രകാശാണ് എഴുതിയിരിക്കുന്നത്. റഹ്മാനും ധ്യാൻ ശ്രീനിവാസനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ബാഡ് ബോയ്സിന്റെ അഭിനേതാക്കൾ ശ്രദ്ധേയമാണ്. സൈജു കുറുപ്പ്, ബാബു ആന്റണി, ബിബിൻ ജോർജ്, ആൻസൺ പോൾ, സെന്തിൽ കൃഷ്ണ, ബാല, അജു വർഗീസ്, ടിനി ടോം, ഹരിശ്രീ അശോകൻ, രമേശ് പിഷാരടി, ഡ്രാക്കുള സുധീർ, സോഹൻ സീനുലാൽ, ഷീലു എബ്രഹാം, ആരാധ്യ ആൻ, മല്ലിക സുകുമാരൻ തുടങ്ങിയ ഒരു മികച്ച താരനിരയും ചിത്രത്തിലുണ്ട്.